മഹാഗുരു ശരണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇടുകയാണ്. രാവിലെ ഒരു പ്രത്യക്ഷ ഗണപതി ഹോമത്തിൻ്റെ എനർജി നോക്കി ഇട്ടതാണ്. ഗണപതി ഹോമത്തിൻ്റെ അതിൻ്റെതായ എനർജി ഉണ്ട്. അത് നമ്മൾ നോക്കി പരീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് കാണുന്ന പലർക്കും ഒരു പ്രചോദനമാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ ഹൈന്ദവ ആചാരങ്ങളിലും ദേവതാ സാന്നിധ്യം ഉണ്ടെന്ന് പുതുതലമുറയെ മനസ്സിലാക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഉള്ളത് ഷൊർണൂരാണ്. കൊളപ്പുള്ളി തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിനടുത്ത് കല്ലിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു കുടുംബ പരദേവതാ ക്ഷേത്രം. പരദേവത എന്ന് പറഞ്ഞാൽ പരാശക്തിയുടെ സാന്നിധ്യവും അതുകൂടാണ്ട് ഗുരുമുത്തൻ ഗുരുമുത്തി, അതുകൂടാണ്ട് മുരുകൻ, മറ്റ് ചില ദേവതകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ദൃശ്യം അവിടെ നിന്ന് ഈ ഗേറ്റ് കഴിഞ്ഞ് ഒരു 50-60 മീറ്റർ ഉണ്ട്. ആ ഗേറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനർജി നോക്കാനാണ് പോകുന്നത്. അവിടെ നിന്ന് തേങ്ങ വെച്ച്, അപ്പോൾ 2 കൈ കൊണ്ടും തേങ്ങ വെച്ച് എനർജി നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ദേവതകൾ എന്തുമാത്രം ഇതുണ്ട്. ഇപ്പം നമ്മളൊരു വീട് വെക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പിൽ ഇതാണ് ഇവിടുത്തെ 360 വ്യൂ കേട്ടോ. ഇവിടെ ഒരു റോഡുണ്ട്, ഇവിടെ അതുപോലെ ഇങ്ങനെ ഒരു റോഡുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ഇവിടെ നിന്നിട്ടാണ് ഇത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ക്യാമറ ശ്രീനിവാസൻജിയുടെ അടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഗേറ്റ് കഴിഞ്ഞ് ഇത്രയും ദൂരെ നിന്നിട്ട് ഈ എനർജി കിട്ടുന്നുണ്ടോ? കിട്ടിയിരുന്നു. അപ്പോൾ 2 കൈയിലും തേങ്ങ വെച്ച് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യം എന്താ വെച്ചാൽ ഈ ദേവതകൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാന്നിധ്യം ഇങ്ങനെ കാണിക്കും, അതിന് മുമ്പിൽ ആ എനർജി കാണിക്കും. അതാണ് അതിന് തടഞ്ഞ് വീട് വെക്കരുത് ഇതെന്നൊക്കെ നമ്മൾ പലരും പഴമക്കാർ പറഞ്ഞ് അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതായിരിക്കാം. അപ്പം അതുകൊണ്ട് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ആ ദേവതകളുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. ഇവിടുത്തെ കുടുംബ ദേവതകളാണെങ്കിൽ തന്നെയും ദേവതകളുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പലർക്കും അവരനുഗ്രഹം ചൊരിയും. അവർക്ക് ഇത് ഇവിടുത്തെ റേഷൻ കാർഡാണ് അല്ലയോ എന്നൊന്നും നോക്കുന്ന കാര്യമില്ല. ഇന്നാണെങ്കിൽ എന്നെ കാണാൻ 2 ഫാമിലീസ് ഇവിടെ വന്നിരുന്നു. അതിലും സന്തോഷമുണ്ട്, ഷൊർണൂരുള്ളത് കേട്ടോ. അപ്പോൾ അതിന് സൗകര്യം ചെയ്തു തന്ന ഈ അയ്യപ്പൻചേട്ടൻ്റെ ഫാമിലിയുടെ അടുത്തും നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് ത്രികാല പൂജയായിട്ട് ഇപ്പോൾ വൈകിട്ടത്തെ പൂജയാണ്. അതിൻ്റെ ഇതായിട്ട് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്, വീട്ടുകാരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് മൊബൈൽ ശ്രീനിവാസൻജിയുടെ അടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇതെടുക്കും. അപ്പോൾ എനർജി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇങ്ങനെ തന്നെ തിരിച്ചു പിടിച്ച. ഓക്കെ, അവിടെ നിന്ന് പിടിച്ചു. കാണുന്നുണ്ടല്ലോ, എന്നെ കാണുന്നുണ്ടല്ലോ. ഞാൻ തിരിച്ചു. അപ്പോൾ തേങ്ങ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നോക്കുകയാണ്. ഞാൻ റോട്ടിൽ കൂടി നടക്കുകയാണ്. ആ ദേവതകളുടെ ഇതിലെ നേരെ നോക്കി നടക്കുകയാണ്. ഇടയ്ക്ക് അങ്ങോട്ടും കാണിച്ചോളൂ, അതിൻ്റെ ദൂരവും കാണിച്ചോളൂ, ഇനി ഇങ്ങോട്ട് കാണിച്ചോളൂ. ഇങ്ങനെ നടക്കുകയാണ്. ഗേറ്റിൻ്റെ അടുത്ത് എത്താറായി. തേങ്ങകൾ കയ്യിൽ നിന്ന് മാറുകയാണ് കേട്ടോ. ആ എനർജി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇത് വർക്ക് ചെയ്യും. തേങ്ങകൾ ഇത് വർക്ക് ചെയ്യാണ്, കയ്യിൽ നിന്ന് മാറുകയാണ്. അപ്പം ചിലർ തേങ്ങ കയ്യിൽ പിടിക്കുമ്പോൾ വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ തേങ്ങ പൊങ്ങും. തേങ്ങയുടെ കോണി ഭാഗം ഇങ്ങനെ പൊങ്ങിയിട്ട് അത് എനർജി കാണിക്കും. ഇത്രയും ദൂരെ നിന്നാണ് ഈ ഗേറ്റിൻ്റെ അടുത്തൊരു ഉദ്ദേശം 50 മീറ്റർ ദൂരെ നിന്നാണ് കാണിക്കുന്നത്. ഇത് ഇങ്ങോട്ട് കാണിക്കുക. ഇവിടെ ആ തേങ്ങ പൊങ്ങുകയാണ്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് തിരിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വ മനോകാമനാഭീഷ്ടം നടക്കാൻ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല മാർക്കോടെ ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ ഒക്കെ അവർ ജോയിൻ ചെയ്യുവാനും, അതോടൊപ്പം അവർക്ക് ഓരോ കുലത്തിൻ്റെയും സംസ്കാരം അനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുവാനും, അതുപോലെ എല്ലാവർക്കും ഏത് സമയത്തും പൂർണ്ണ സുരക്ഷിതത്വം കിട്ടുവാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമത്യം, ധനധാന്യ സമൃദ്ധി എല്ലാം ഉണ്ടാകുവാനും, അതിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടാനും, എല്ലാം പോസിറ്റീവായിട്ട് നടക്കാനും, എൻ്റെ ഗുരുപരമ്പരകളെ, ഉപാസനാമൂർത്തികളെ, അതുപോലെ ഇവിടെയുള്ള പരാശക്തിയും പരിവാരങ്ങളുമായിട്ടുള്ള ദേവതകളെല്ലാം പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ ശ്രീനിവാസപ്പയ്യ.